മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ പിന്നെയും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ്. എന്താണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് സ്റ്റുഡിയോ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. യൂട്യൂബുള്ള എല്ലാവർക്കും അറിയാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് നമ്മുടെ ചാനലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചാനലിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിൽ കാണിക്കുന്ന എല്ലാ വീഡിയോകളുടെയും അനലിറ്റിക്സും, അതുപോലെ തന്നെ വീഡിയോയുടെ പെർഫോമൻസും, അതുപോലെ നമ്മുടെ റവന്യൂ ഉണ്ടെങ്കിൽ റവന്യൂവും, അതുപോലെ എത്ര ആളുകൾ കണ്ടു നമ്മുടെ ഓരോ വീഡിയോ എന്നുള്ളത്, എത്ര പേര് ലൈക്ക് ചെയ്തു, ഇത്തരത്തിലുള്ള സകലമാന കാര്യങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ടതില്ല. വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബ് സ്റ്റുഡിയോ എപ്പോഴും നോക്കിക്കൊണ്ടേയിരുന്നാൽ നമ്മുടെ ചാനലിന് എന്തെങ്കിലും സംഭവിക്കുമോ? ചാനൽ ഡൗൺ ആകുമോ? നമ്മുടെ വ്യൂസ് കുറയുമോ? സബ്സ്ക്രൈബർ കൗണ്ട് കുറയുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. പല ആളുകളും പറഞ്ഞു, ഇത് പിന്നെയും നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചാനൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആളുകൾ പറഞ്ഞ് വീഡിയോ ചെയ്തതായി കാണാൻ കഴിയും. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്തിനാണ് യൂട്യൂബ് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നത്? ആപ്ലിക്കേഷൻ തന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ പെർഫോമൻസ് നമ്മൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി. രണ്ടാമതായി, ഓരോ വീഡിയോസിൻ്റെയും പെർഫോമൻസ് വ്യക്തമായി അറിയുന്നതിന് വേണ്ടി. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ട്രാഫിക് ഉണ്ടായിരിക്കുന്നത്, വ്യൂസ് എവിടെ നിന്നൊക്കെയാണ് വന്നത്, യൂട്യൂബ് സെർച്ചിൽ നിന്നാണോ, ബ്രൗസ് ഫീച്ചേഴ്സിൽ നിന്നാണോ, അതോ സജസ്റ്റഡ് വീഡിയോസിൽ നിന്നാണോ, അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണോ, പുറത്തു നിന്നാണോ യൂട്യൂബിലേക്ക് ആളുകൾ വന്നത്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ഒരു വീഡിയോയെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സോഴ്സാണ് ഈ YT സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബ് തന്നത് നമുക്കത് നോക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ അത് എപ്പോഴും കയറി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോവുക എന്നല്ലാതെ പുതുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യൂട്യൂബ് സ്റ്റുഡിയോ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ വീഡിയോക്കും ഒന്നും സംഭവിക്കില്ല, നിങ്ങളുടെ ചാനലിനും ഒന്നും സംഭവിക്കില്ല. ആളുകൾ അങ്ങനെ നിങ്ങളെ ജിജ്ഞാസ ഉള്ളവരാക്കി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അത് ഓരോരുത്തരുടെയും, ഓരോ ക്രിയേറ്ററിൻ്റെയും കഴിവാണ്. മനസ്സിലായോ? ഓരോ ക്രിയേറ്ററിൻ്റെയും കഴിവാണ് നിങ്ങളെ ജിജ്ഞാസ ഉള്ളവരാക്കി, അറിയാനുള്ള ആഗ്രഹം ഉള്ളവരാക്കി വീഡിയോ ചെയ്താൽ മാത്രമേ അവരുടെ വീഡിയോയും ആളുകൾ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ YT സ്റ്റുഡിയോ പിന്നെയും നോക്കിയാൽ നിങ്ങളുടെ വീഡിയോകൾക്കോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ആയതുകൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് അതിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാവുന്നതാണ്. ഇനി യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെ നോക്കണം? യൂട്യൂബ് സ്റ്റുഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഇൻസ്പിരേഷൻ എന്നൊരു ഭാഗം കാണാം. ഇൻസ്പിരേഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലുമായി സിമിലർ ആയിട്ടുള്ള ചാനലുകളിൽ ഏതൊക്കെയാണ് പുതിയ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പുതിയ സെർച്ചിങ് വേർഡ് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണ് ഒരു ടൈറ്റിൽ നമ്മളൊരു വീഡിയോക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ടൈറ്റിൽ ഇവിടെ സെർച്ച് ബാറിൽ വന്നുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വീഡിയോസാണ് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്
എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകൾക്കും നല്ല റീച്ചും നല്ല വ്യൂസും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്ന മറ്റൊരു ഏരിയയാണ് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ, ഓരോ വീഡിയോയുടെയും അൽഗോരിതത്തിൽ സജസ്റ്റഡ് കണ്ടന്റ്. ഏതൊക്കെ വീഡിയോയുടെ കൂടെയാണ് നമ്മളുടെ വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ ആ റീച്ചിൽ പോയി നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ വീഡിയോവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ കൂടെയാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മുടെ വീഡിയോയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വീഡിയോയുടെ കൂടെയാണ് നമ്മളുടെ വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് വീഡിയോക്ക് ധാരാളം വ്യൂസ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ വീഡിയോ ധാരാളം ചെയ്യുക. തുടർച്ചയായിട്ടൊരു 10 വീഡിയോ എങ്കിലും, ഇത് മുന്നത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യമാണ്, 10 വീഡിയോ എങ്കിലും തുടർച്ചയായി ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണെന്ന് അൽഗോരിതത്തിന് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അൽഗോരിതത്തിന് മനസ്സിലാകുന്നു ഇത് ഈ കാറ്റഗറിയിൽ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രേക്ഷകരായി വരേണ്ടത് ഇന്ന വിഭാഗത്തിലുള്ള ആളുകളാണ്. യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും അത് കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളിലേക്കാണ് ഈ വീഡിയോസ് എല്ലാം എത്തിക്കേണ്ടത് എന്ന് യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാവുകയും യൂട്യൂബ് അൽഗോരിതം അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത്തരം കാര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും. നമ്മൾ മിക്സഡ് കണ്ടന്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരിക്കൽ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തു, തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോ ചെയ്തു. അടുത്ത വീഡിയോ വരുമ്പോൾ അത് ഈ മുകളിൽ പറഞ്ഞ 2 വീഡിയോകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മൂന്നാമതൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ ഇത് നല്ല കണ്ടന്റ് ആണല്ലോ, ഇതിനെന്തുകൊണ്ട് റീച്ച് വന്നില്ല, എന്തുകൊണ്ട് നമ്മളെ ചാനൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ചാനലിന് നല്ല റീച്ച് വരുന്നില്ല, നല്ല വ്യൂസ് വരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. കാരണം ഇതാണ്, യഥാർത്ഥത്തിൽ നിങ്ങൾ പല വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അൽഗോരിതത്തിന് മനസ്സിലായില്ല ഇത് എന്ത് ടൈപ്പ് ചാനലാണെന്ന്. അപ്പം ടൈപ്പ് വളരെ സ്പെസിഫിക് ആയിട്ട് നിന്നുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തുകയും നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മനസ്സിലാക്കുക, യൂട്യൂബ് സ്റ്റുഡിയോയിൽ എത്ര തവണ നിങ്ങൾ കയറി വീഡിയോസിൻ്റെ പെർഫോമൻസ് നോക്കിയാലും നിങ്ങളുടെ ചാനലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം അടിവരയിട്ട് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.